ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗു എന്ന ഒരു സൈക്കോളജിക്കൽ ഹൊറർ ചിത്രത്തിന്റെ കഥയാണ്. ഒരു തറവാട്, അവിടെയുള്ള വലിയൊരു കൂട്ടുകുടുംബം, വർഷങ്ങളായി അവരെ പിന്തുടരുന്ന കുറെ ദുരൂഹതകൾ, ഇതൊക്കെയാണ് ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ്. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന ഒരു വഴിയിലൂടെ ഒരു പെൺകുട്ടി നടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. തൊട്ടടുത്തായി ഒരു വലിയ കുളവുമുണ്ട്. പെട്ടെന്ന് അവളുടെ കൺമുന്നിൽ ഒരു സ്ത്രീ തൂങ്ങി മരിക്കുന്നത് പോലെയുള്ള ദൃശ്യങ്ങൾ മിന്നി മറയുന്നു. പേടിച്ചു വിറച്ച് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. പക്ഷേ പെട്ടെന്ന് ഒരു നിഴൽ രൂപം അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ആ രൂപം അവളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ബാംഗ്ലൂരിൽ നിന്നും ഈ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സായ് എന്ന കഥാപാത്രത്തിലേക്ക് കഥ മാറുന്നു. സായ്, ഭാര്യ, കുട്ടി എന്നിങ്ങനെ 3 പേരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പകാലം മുതൽ ഈ സ്ഥലം വിട്ടുപോയതാണ് ഇയാൾ. ഇവിടെയാണ് ഇവരുടെ തറവാട് വീടുള്ളത്. ഇപ്പോൾ അന്തരിച്ചുപോയ സായിയുടെ അച്ഛന് വേണ്ടിയുള്ള ഒരു പൂജ നടത്തുന്നതിന് വേണ്ടിയാണ് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇവിടെയുള്ള ബന്ധുക്കളെ ഓരോരുത്തരെയും സായി കാണിച്ചു തരുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, കുറച്ചു നേരം മുൻപ് ഒരു പെൺകുട്ടി പേ ബാധിച്ചതുപോലെ കാണിച്ചില്ലേ, അവളുടെ പേര് പാറു എന്നാണ്. അവൾ ഈ വീട്ടിലെ കുട്ടിയാണ്. പണ്ടൊക്കെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ ഓടി വരുന്ന ആദ്യത്തെ ആൾ അവളായിരുന്നു. ഇപ്പോൾ അവൾ ആരെയും കാണാൻ വരുന്നില്ല. അതുകൊണ്ട് വലിയ വിഷമമുണ്ട് എന്ന് വീട്ടിലേക്ക് വരുന്നവരോട് അവളുടെ അമ്മ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കുട്ടിയെ കാണിച്ചില്ലേ, അവളുടെ പേര് മിന്നു എന്നാണ്. മിന്നു വീടിനുള്ളിലെ എല്ലാ സ്ഥലങ്ങളും ചുറ്റി നടന്ന് കാണാൻ പോകുമ്പോൾ അറിയാതെ ആ പാറു ഇരിക്കുന്ന റൂമിലേക്ക് കയറുന്നു. ആ പെൺകുട്ടിയെ കണ്ടതും മിന്നു പേടിക്കാൻ തുടങ്ങുന്നു. വേഗം അവിടെ നിന്ന് ഓടാൻ നോക്കുമ്പോൾ തുണികൾക്കിടയിൽ കുടുങ്ങിപ്പോകുന്നു. അവൾ ഭയങ്കരമായി നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാറുവിന്റെ അമ്മ അവിടെ വരുന്നു. നീ പേടിക്കുന്ന അളവിന് പാറുവിന് ഒന്നുമില്ല മോളെ, അവൾ നോർമൽ തന്നെയാണ് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി മിന്നുവിനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടിയുടെ പേടി മാറുന്നില്ല. അവൾ അവിടെ നിന്ന് ഓടിപ്പോയി അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അവൾക്ക് സുഖമില്ലാഞ്ഞിട്ടാണ് മോളെ, വീട്ടിലുള്ളവരെല്ലാം പോയി ഭൂതവും എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്നവരെല്ലാം നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം കെടുത്താൻ നോക്കുന്നവരാണ്. അതുകൊണ്ട് നീ അതൊന്നും കഥ കൊള്ളക്കണ്ട എന്ന് മകളോട് പറഞ്ഞിട്ട് അയാൾ വീട്ടിലേക്കും ബന്ധുക്കളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. വീട്ടിൽ പലവിധ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ പാറുവിനെ നാട്ടുകാർ മുഴുവൻ ഒരു തരത്തിൽ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നൊക്കെ അവിടെയുള്ളവർ സങ്കടപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ നായകൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, അയാൾ ലീവ് ഒന്നും എടുത്തിട്ടില്ല. വർക്ക് ഫ്രം ഹോം ചെയ്യാൻ എന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് ബന്ധുക്കളുടെ വീട്ടിലേക്ക് അടുത്ത ദിവസം പോകേണ്ടതുണ്ട്. അങ്ങനെയുള്ള ജോലികൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മകൾ ഇത് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഞാനും അച്ഛൻ്റെ കൂടെ വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുളിക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു കുളം പോലുള്ള സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. നീ കുളിച്ചിട്ട് വാ, അപ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറയുമ്പോൾ അവൾ ആ കുളം കണ്ടതും ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെയെങ്കിൽ അച്ഛൻ പോയിക്കോളും, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ജോലിയായിരിക്കാൻ തുടങ്ങുന്നു. അതോടൊപ്പം കുറച്ച് ഉച്ച സമയമായപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങിപ്പോയി. ചില കുട്ടികൾ, അതായത് ഒരു 4-5 കുട്ടികൾ അവിടെ ഉണ്ടാകും. അതിൽ പകുതി പേർ ഉറങ്ങുകയാണ്, ബാക്കി പേർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അപ്പു എന്ന് പറയുന്ന ഒരൊറ്റ കഥാപാത്രം മാത്രം വീട്ടിൽ നിന്ന് പുറത്തുപോയി കളിക്കുകയാണ്. അവൻ എപ്പോൾ വരുമെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിൽ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് രാത്രി ഇവരുടെ അച്ഛൻ വീട്ടിലേക്ക് വരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം അവർ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതോടൊപ്പം ഇവരുടെ അച്ഛന് ഒരു ട്രാജഡി നിറഞ്ഞ ഭൂതകാലം ഉള്ളതുപോലെ തോന്നുന്നു. ആ ഭൂതകാലം മുഴുവൻ അയാൾ ഈ വീട്ടിലേക്ക് കാൽവെച്ചപ്പോൾ കൺമുന്നിൽ വന്നു പോവുകയാണ്. ഏതോ ഒരു പെൺകുട്ടി ഇവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ അവളുടെ പിന്നാലെ പോവുകയാണ്. അടുത്തത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കാണിക്കാതെ ഏതോ ഒരു സംഭവം കൊണ്ടാണ് ഇയാൾ ഇതെല്ലാം കണ്ട് ഭയപ്പെടുന്നത് എന്ന് നമുക്ക് ഇവിടെ കണക്ട് ചെയ്തു തരുന്നു. ഇപ്പോൾ മകളോട് പോയി ആ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞില്ലേ, വീട്ടിൽ നിന്റെ കൂടെ ആരും വന്നില്ലെങ്കിൽ എങ്ങനെയാ എന്ന് ചോദിച്ച് ആ അപ്പുവിനോട് പോയി നാളെ നീ പോകുമ്പോൾ ഇവരെല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകണം, ഇവർക്കും ഒരു ഏരിയയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുന്നു. ഇവൻ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. ഇവർ വന്നത് മുതൽ ഈ അപ്പു ഇവരോട് ആരോടും ശരിക്കും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്തെന്നാൽ ഇവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അത് നമുക്ക് സെറ്റാകില്ല എന്ന രീതിയിലായിരുന്നു അവൻ. എന്നാൽ ഇപ്പോൾ ഇവർ അത് മനസ്സിലാക്കി ആ കുട്ടിയുമായി ജോളിയായി മിങ്കിളാകാൻ തുടങ്ങുന്നു. അവർ കാട്ടിലേക്ക് പോയി ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് കാടിന്റെ കാവൽക്കാരനായ ഗുളികൻ എന്നൊരു ദൈവമുണ്ടെന്ന കാര്യം ചെറിയ കുട്ടികൾ വഴി മിന്നു അറിയുന്നത്. അദ്ദേഹം ഇവിടെയുള്ളവരെ എല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അവർ പറയുന്നു. അവൾ വേഗം ഓടിപ്പോയി അച്ഛനോട്, അച്ഛ, ആരാണ് ഈ ഗുളികൻ? ഇവിടെയുള്ളവരെല്ലാം എന്തിനാണ് അദ്ദേഹത്തെ കണ്ടു പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു മാറ്റം വരുന്നേ. ഇനിമേൽ നീ ഈ കാര്യം ചോദിക്കരുത്. ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നീ സന്തോഷമായിരിക്കുമ്പോൾ നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ഈ കാര്യം പറയുന്നത്. നിന്റെ സന്തോഷം പോയില്ലേ, അതിനുവേണ്ടി മാത്രമാണ് ഈ നാട്ടിലുള്ളവർ എല്ലാവരും ഗുളികൻ എന്നൊരു കാര്യം ഉപയോഗിക്കുന്നത്, മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞ് അയാൾ ജോലിക്ക് പോകാൻ തുടങ്ങുന്നു. ഈ കുട്ടികളുടെ ഗ്യാങ് ഉണ്ടല്ലോ, ആ മൊത്തം ഗ്യാങ്ങും അവിടെ നിന്ന് ഇറങ്ങി കുറെ ചെടികൾക്കിടയിലൂടെ ചെറിയൊരു പ്രതിമയുടെ അടുത്തേക്ക് പോകുന്നു. ഇവിടെയാണ് ഗുളികൻ വന്നിട്ട് പോകാറുള്ളത് എന്ന് നാട്ടുകാരെല്ലാം പറയാറുള്ളത്. ഈ സ്ഥലം മുഴുവൻ ഗുളികന്റേതാണ്.
എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പു വഴി കുട്ടികൾ അറിയാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ദൂരത്തു നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഗുളികൻ വന്നതാണോ, നമ്മൾ വേഗം ഇവിടെ നിന്ന് ഓടണം എന്ന പേടിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ചെറി എന്നൊരു കഥാപാത്രം, അതായത് ഇവരുടെ അങ്കിൾ എൻട്രി കൊടുക്കുന്നു. ഈ കുട്ടികളെല്ലാം പേടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി, നിങ്ങൾക്ക് ഗുളികന്റെ കഥയല്ല അറിയേണ്ടത്, ഞാൻ പറയാം എന്ന് പറഞ്ഞ് അടുത്തടുത്ത ദിവസങ്ങളിൽ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നു. ഈ മനുഷ്യൻ ഒരു ഡോക്ടർക്ക് പഠിച്ചതുകൊണ്ട് അവിടെയുള്ള പാറുവിന്റെ ഭേദമാക്കാൻ വേണ്ടി ഈ കുട്ടികളെല്ലാം ഒരുമിച്ച് കൂട്ടി ഗുളികൻ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും, ഞാൻ ഗുളികനെ കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം ആ ചെറിയ പെൺകുട്ടിയുടെ ഉള്ളിൽ ഓടാൻ തുടങ്ങുന്നു. ഗുളികനെ കാണണം എന്ന ചിന്തകൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി മുഴുവൻ അവൾ ജനലിലൂടെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ദൂരത്ത് നിന്ന് ഒരു തീപ്പന്തം ആ കാട് പോലുള്ള ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവൾ കാണുന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ ഗുളികന്റെ രൂപം കണ്ടു എന്ന് അവൾ വലിയ കാര്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിലാണ് ഈ കുട്ടിയുടെ അച്ഛനായ സായ് തൻ്റെ മകൾ കാട്ടിൽ പോയി കളിക്കുകയാണെന്ന കാര്യവും ഗുളികനെക്കുറിച്ച് സംസാരിക്കുകയാണെന്ന കാര്യവും അറിയുന്നത്. ഉടനെ അയാൾ ചെറിയെ വിളിച്ച്, എൻ്റെ കുട്ടിക്ക് ഈ വക കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ കുട്ടിയുടെ മൈൻഡിലേക്ക് കയറ്റരുത് എന്ന് പറഞ്ഞ്. എന്നാൽ ഈ മനുഷ്യൻ ഇതൊന്നും വകവെക്കുന്നതായി തോന്നുന്നില്ല. അയാൾ പാറുവിനെയും ഈ കുട്ടികളെയും എല്ലാം കൂട്ടി നമുക്ക് പുറത്തു പോകാം എന്ന് തീരുമാനിച്ച് 2 സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഒന്ന് വയൽ പ്രദേശം, മറ്റൊന്ന് കുളം. ഇതിൽ നമ്മൾ ഏത് സ്ഥലത്തേക്ക് പോകും എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഉടനെ പാറു, ശരി ഇവർ ഡിസൈഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആ കുളം ചൂസ് ചെയ്യുന്നു. അപ്പുവിന് ചെറിയൊരു പേടിയുണ്ട്. കാരണം ഈ കുളത്തിൽ ഒരുപാട് അമാനുഷികമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു അമ്മ തൻ്റെ കുട്ടിയെയും കൂട്ടി ഈ സ്ഥലത്തേക്ക് കുളിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് ആ കുട്ടിയെ കാണാതാവുന്നു. നാട്ടുകാർ എല്ലാവരും തിരഞ്ഞു നടന്നിട്ടും എവിടെയും ആ കുട്ടിയെ കിട്ടുന്നില്ല. അതിനുശേഷമാണ് ആ കുളത്തിനുള്ളിൽ മരിച്ച നിലയിൽ ആ കുട്ടിയെ കണ്ടെത്തുന്നത്. നാട്ടുകാരെല്ലാം ഈ കുളത്തിൽ ഒടുങ്ങാത്ത ഒരു ആത്മാവുണ്ടെന്നും ആ ആത്മാവാണ് ഈ കുട്ടിയെ കൊന്നതെന്നും പറഞ്ഞ് അതിനുശേഷം ആ ഭാഗത്തേക്ക് പോകാറില്ലായിരുന്നു. ഇപ്പോൾ ഈ സ്ഥലത്തേക്കാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആ അങ്കിൾ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പാറുവിൻ്റെ മുഖത്ത് ഒരു മാറ്റം വരുന്നു. ഇത് കണ്ടതും അവിടെയുള്ള കുട്ടികളെല്ലാം പേടിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ആ പെൺകുട്ടി ചെറിയുടെ കഴുത്തിൽ പിടിക്കുന്നു. അയാളെ ഭയങ്കരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ കുട്ടികളും ഓരോ ഭാഗത്തേക്ക് ഓടുന്നു. അപ്പു ഓടിപ്പോയി വീട്ടിലുള്ള എല്ലാവരോടും ഈ കാര്യം പറയുന്നു. ആ കുളത്തിൻ്റെ ഭാഗത്തേക്ക് എന്തിനാണ് നിങ്ങൾ പോയത് എന്ന് ചോദിച്ച് ഓരോ കുട്ടിയെയും തിരഞ്ഞു നടക്കുമ്പോൾ ആ സമയത്താണ് പാറു ഒരിടത്ത് ബോധം കെട്ട് വീണ് കിടക്കുന്നത് കാണുന്നത്. ബോധം കെടുന്നതിന് മുൻപ് ചെറിയ അവളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വെള്ളത്തിൽ നിന്ന് ചെറിയ എഴുന്നേറ്റ് വരുമ്പോൾ അവിടെയുള്ള എല്ലാവരും അയാളെ ഭയങ്കരമായി ശകാരിക്കുന്നു. നിനക്ക് ഈ പണിക്ക് ആവശ്യമുണ്ടോടാ, എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്, നീ ഡോക്ടറല്ലേ പഠിച്ചത് എന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും ഈ കാര്യങ്ങളെക്കുറിച്ച് ഓരോന്നായി സംസാരിക്കാൻ തുടങ്ങുന്നു. ആ സമയത്താണ് ഈ പാറുവിന് ഒരു പേ ബാധിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, ഒരു പൂജ നടത്തിയാൽ ഇതെല്ലാം ശരിയാകും, പക്ഷേ അതിനുള്ള പണം ഞങ്ങളുടെ കൈവശമില്ല, ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിട്ടും ഒരു കാര്യവുമില്ല എന്ന് സങ്കടപ്പെടുമ്പോൾ നായകനായ സായ് ഒഴികെ അവിടെയുള്ള എല്ലാവർക്കും ഇതിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവർ ചിന്തിക്കുന്നു, നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നമ്മളല്ലേ കൂടെ നിന്ന് ചെയ്യേണ്ടത്. അങ്ങനെ അവർ പൂജകൾ ചെയ്യാൻ തുടങ്ങുന്നു. ഒരു മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ടുവന്ന് പൂജകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ പാറുവിനെ കാണാതാവുന്നു. ഇവരുടെ വീടിൻ്റെ മുകളിൽ ആരോ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും ഭയപ്പെടുന്നു. ഓരോ കുട്ടിയും എന്ത് ചെയ്യണമെന്നറിയാതെ നിശബ്ദരായിരിക്കുമ്പോൾ എല്ലാവരും ആ പെൺകുട്ടിയെ തിരയാൻ തുടങ്ങുന്നു. ആ പെൺകുട്ടി ഓടിനു മുകളിലൂടെയാണ് നടക്കുന്നത്. അങ്ങനെ ഓടി നടക്കുമ്പോൾ എങ്ങനെയൊക്കെയോ അവളെ അവർ പിടിച്ചു കെട്ടുന്നു. സ്വാമിയാർ ഒരുപാട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി അവളെ നിയന്ത്രിച്ചു ഒരു കലശത്തിനുള്ളിൽ അടയ്ക്കുന്നു. ഈ കലശം നമ്മൾ പുഴയിൽ ഒഴുക്കണം, ഇത് ഉടനടി നമ്മൾ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് കലശം അവിടെയുള്ളവർക്ക് കൊടുക്കാൻ നോക്കുമ്പോൾ നായകൻ ഒഴികെ എല്ലാവർക്കും ഇതിൽ വിശ്വാസമുള്ളത് കൊണ്ട് അവർ വാങ്ങാൻ മടിക്കുന്നു. ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ഓരോരുത്തരും മാറിപ്പോകുമ്പോൾ നായകന്റെ കൈകളിലേക്ക് ഇത് വരുന്നു. എല്ലാവരും ചേർന്ന് ഒരു ജീപ്പ് പോലുള്ള വണ്ടിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇയാളുടെ മകൾ കെഞ്ചിക്കൊണ്ട് ചോദിക്കുന്നു, അച്ഛാ ഞാനും വരട്ടെ. അയാൾക്ക് ഇതിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് വെറും ഒരു കലശമല്ലേ മോളെ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി പോകുന്നു. പെട്ടെന്ന് ഒരിടത്ത് വെച്ച് വണ്ടി കേടായി നിൽക്കുന്നു. അവിടെയുള്ളവരെല്ലാം വണ്ടി തള്ളേണ്ട ഒരവസ്ഥ വരുന്നു. ശരി, ഈ കലശം ഒന്ന് പിടിക്കൂ എന്ന് പറഞ്ഞ് കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവർ വണ്ടി തള്ളുമ്പോൾ ആ കുലുക്കത്തിൽ കലശം ഒരിടത്ത് ചെന്ന് ഇടിക്കുന്നു. ഭയങ്കരമായി കാറ്റടിക്കുന്നത് ആ ചെറിയ കുട്ടി കാണുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ച് അവൾ അവിടെയുള്ളവരിൽ നിന്നും ഈ കാര്യം മറച്ചു വെക്കുന്നു. സ്വാമിയാർ പുഴയിൽ അത് വെച്ചിട്ട് നിങ്ങളെല്ലാവരും തിരിഞ്ഞു നടന്നോളൂ എന്ന് പറഞ്ഞ് ചില പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. അവിടെ നിന്ന് തിരികെ വീട്ടിലെത്തുമ്പോൾ ആ പാറുവിന്റെ ശരീരത്തിൽ വീണ്ടും ബാധ വന്നിട്ടുണ്ടെന്ന കാര്യം അറിയുന്നു. എന്താ സ്വാമി, നിങ്ങൾ ചെയ്ത പണികളൊന്നും നടന്നില്ലേ? ഇതിനാണ് ഞാൻ അന്നു മുതലേ പറയുന്നത്, ഇവിടെ ഡോക്ടറുടെ അടുത്താണ്
കൊണ്ടുപോകേണ്ടത്. ഇവർ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മുടെ പണം വെറുതെ കളയുകയാണ് എന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള എല്ലാ സ്ത്രീകളുടെയും ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുന്നു. എല്ലാവരെയും അത് നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ ഇതിനെ നിങ്ങൾ ഏത് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കും? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വേറെയാണ്. നിങ്ങളുടെ കുട്ടിയുടെ ശരീരത്തിലുള്ളത് ഒരു വ്യത്യസ്തമായ ആത്മാവാണ്. അതായത് 17-18 വയസ്സിനുള്ളിൽ മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ ആത്മാവാണ്. അത് ഇവിടെ നിന്ന് അത്ര പെട്ടെന്നൊന്നും പോകില്ല. അതുമാത്രമല്ല, നമ്മൾ ഇവിടെ നിന്ന് പിടിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നാലും അത് വീണ്ടും വീണ്ടും ഇവിടെ തന്നെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എനിക്ക് പണത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് തരൂ, ഇല്ലെങ്കിൽ തരാതിരിക്കൂ. പക്ഷേ ഈ കാര്യം ഞാൻ തീർച്ചയായും അവസാനിപ്പിച്ചു തരും എന്ന് സ്വാമിയാർ പറയുന്നു. അതുവരെ ഇവിടെയുള്ളവരെല്ലാം സേഫ് ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും കൈകളിൽ കയർ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നായകൻ കോൺഫിഡൻ്റ് ആയതുകൊണ്ട് അത് നിരസിക്കുന്നു. അതേസമയം ഇയാളുടെ മകൾ കരഞ്ഞുകൊണ്ട്, അച്ഛാ, ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ കാരണത്താലാണ്. ഞാൻ ആ കലശം ഉടച്ചുപോയി എന്ന് പറയുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകുന്നു. ശരി, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് ഈ കാര്യം നീ ആരോടും പറയരുത് മോളെ എന്ന് കുട്ടിയോട് പറയുന്നു. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും ആത്മാവ് കാരണം നടക്കുന്നതല്ല എന്ന് ആ കുട്ടിയെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേസമയം ചെറിയുടെ കൂടെ ആ കുട്ടികളെല്ലാം കിടന്നുറങ്ങാൻ പോകുന്നു. ചെറിയുടെ മുഖത്തേക്ക് വെള്ളം തെറിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ കണ്ണു തുറന്നു നോക്കുന്നു. ഒരു ചെറിയ പെൺകുട്ടിയുടെ രൂപം വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. രണ്ടുപേരും പേടിക്കാൻ തുടങ്ങുന്നു. അവൻ എഴുന്നേറ്റ് നിലവിളിക്കുമ്പോൾ കുട്ടികളെല്ലാം ഞെട്ടി ഉണരുന്നു. എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് ഞങ്ങളെ പേടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കണ്ടത് സത്യമാണ് മക്കളെ. ആ സ്വാമിയാർ പറഞ്ഞു പോയത് സത്യമാണ്. ഈ വീട്ടിനുള്ളിൽ ആരുടെയോ ശരീരത്തിലാണ് ആ ആത്മാവുള്ളത് എന്ന് സംസാരിക്കുന്നു. കുട്ടികൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ തുടങ്ങുന്നു. ആത്മാവുള്ള ശരീരം ഏതാണെന്ന് കണ്ടെത്താൻ വീട്ടിലുള്ള ഓരോരുത്തരും അബ്നോർമലായി ബിഹേവ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, സംസാരിക്കുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു കേൾക്കുക തുടങ്ങി എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നു. എല്ലാവരും നോർമൽ തന്നെയാണ്. ഇപ്പോൾ ആരുടെ ശരീരത്തിലാണ് ആ പേയുള്ളത് എന്ന് കുട്ടികൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വയൽ പ്രദേശത്തിന് നടുവിലുള്ള ഒരു വലിയ നോക്കുകുത്തി അവർ ശ്രദ്ധിക്കുന്നത്. ആ ബൊമ്മയുടെ രൂപം ആദ്യം കാണുന്നത് പോലെയല്ല, പിന്നീട് കാണുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നു. തീർച്ചയായും ആ ആത്മാവ് ഇതിനുള്ളിലാണ് എന്ന് അവർ ചെറിയോട് പറയുന്നു. ചെറി കാമുകിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർ ശല്യപ്പെടുത്തുകയാണ്. ഇവർക്കിത് തന്നെയാണോ പണി എന്ന് കരുതി അവൻ വേഗത്തിൽ ആ നോക്കുകുത്തി ചെക്ക് ചെയ്യുമ്പോൾ അതിന് യാതൊരു ചലനവുമില്ല. എന്നാൽ പെട്ടെന്ന് ആ നോക്കുകുത്തി അവൻ്റെ കൈകളിൽ പിടിക്കുന്നു. അവൻ നിലവിളിക്കുമ്പോൾ കുട്ടികളെല്ലാം അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. അതിൽ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുണ്ട്. അവൻ പേടിച്ചോടുമ്പോൾ വീണു പോവുകയും കാലിന് പരിക്കേൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഇപ്പോൾ കുട്ടികളെല്ലാം പേടിപ്പിച്ചു. ചെറി കാഷ്വലായി നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് നോക്കുകുത്തി നടന്നു വരുന്നത് അവൻ കാണുന്നത്. അത് തൻ്റെ പിന്നാലെ വരുന്നുണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. പേടിച്ച് അവൻ ഒരിടത്തേക്ക് ഓടുമ്പോൾ ആ ചെറിയ പെൺകുട്ടി ഭയങ്കരമായി എഴുതാൻ തുടങ്ങുന്നു. നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയുമ്പോൾ ഇതെല്ലാം ഗുളികൻ കാരണമാണ് എന്ന് അവൾ പറയുന്നു. ഇയാൾക്ക് ദേഷ്യം വന്ന് ചെറിയുടെ ഷർട്ടിന് പിടിച്ച്, ഈ കാര്യങ്ങളൊന്നും എൻ്റെ മകളെ അറിയിക്കരുത് എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ശകാരിക്കുന്നു. ഇനിമേൽ ഈ സ്ഥലത്ത് നിങ്ങൾ നിൽക്കരുത്, നമ്മൾ ഉടനടി ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ സമയത്താണ് നായകൻ്റെ ആ ട്രാജഡി നിറഞ്ഞ ഭൂതകാലം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ വീടിന് ചുറ്റും വളരുന്ന കുട്ടികളെല്ലാം ഗുളികൻ നമ്മളെ കൊണ്ടുപോകും, ഗുളികൻ എന്തെങ്കിലും ചെയ്യും എന്ന് പേടിയോടെയാണ് വളരുന്നത്. അടുത്തുള്ള കുളം, മറിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ എന്നിവയ്ക്കെല്ലാം ഓരോ പേടിക്കഥകളുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും പോലെ ഇയാളുടെ ലൈഫ് സ്റ്റൈലും ഒരുതരം പേടിയിലായിരുന്നു. ഇയാൾക്ക് ശരിക്കും സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ധൈര്യം നൽകിയിരുന്നത് ഇയാളുടെ അമ്മയായിരുന്നു. അമ്മ ഒരു പാട്ട് പാടിക്കൊടുത്താൽ ഇയാൾ എല്ലാവിധ പ്രശ്നങ്ങളും മറക്കുമായിരുന്നു. പതിവ് പോലെ അമ്മ പാട്ട് പാടിക്കൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ കാൽ വഴുതി കിണറ്റിലേക്ക് വീണു പോകുന്നു. ഈ കുട്ടി കൺമുന്നിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇവൻ്റെ ഉള്ളിലെ പേടി കാരണം ഇവന് വായ തുറക്കാൻ പോലും കഴിയുന്നില്ല. ഞാനും എത്രയോ നിലവിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ എന്നെക്കൊണ്ട് ഒന്നിനും കഴിഞ്ഞില്ല. അമ്മ മരിച്ചതിന് ഞാനും ഒരു കാരണമാണ് എന്നയാൾ കരഞ്ഞു പറയുന്നു. ഈ കാര്യങ്ങളൊന്നും എൻ്റെ മകളെ ബാധിക്കരുത് എന്ന് കരുതിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകണം എന്ന് പറയുന്നത്. ഇറങ്ങൂ എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിക്കേറ്റ ആ കുട്ടിയുണ്ടല്ലോ, അവൻ ഈ വീട്ടിലേക്ക് വരുന്നു. നായകൻ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി അവൻ്റെ അച്ഛൻ ആ സ്ഥലത്ത് വന്ന് സംസാരിക്കുന്നു. ഒരു 2 ദിവസം കൂടി ഇവിടെ നിൽക്കാമോടാ, കാരണം നമ്മൾ ഒരു ഫാമിലിയായി നിന്നാലേ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നേരിടാൻ കഴിയൂ. ആദ്യം ഞാൻ പോകുന്നു, നീ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ പാറുവും അവളുടെ പേരൻസും ഒറ്റയ്ക്കാവും. അവർക്ക് ആരുണ്ടാകും സഹായിക്കാൻ? 2 ദിവസം കൂടെ ഒന്ന് സഹായിക്കാമോ?
എന്ന് ചോദിക്കുമ്പോൾ അയാൾ അത് സമ്മതിക്കുന്നു. അങ്ങനെ വീണ്ടും പൂജകൾ തുടരാൻ തുടങ്ങുന്നു. ആ ജോലികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗുളികന്റെ വേഷം കെട്ടിയ ഒരാൾ വേഗത്തിൽ അങ്ങോട്ട് ഓടി വരുന്നു. എല്ലാ കുട്ടികളും വിറച്ചു നിൽക്കുമ്പോൾ ആ ചെറിയ പെൺകുട്ടി അവിടെ നിന്ന് പേടിച്ചോടാൻ തുടങ്ങുന്നു. പുറകെ ഗുളികനും പോകുന്നു. ഗുളികൻ, നീ വിചാരിക്കുന്നത് പോലെ ക്രൂരനല്ല. അവന് കുട്ടികളെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് ആ നോക്കിക്കുത്തിയുടെ ബാധയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവൾ ഗുളികനോട് പറയുന്നത്. ഇതിന് എൻ്റെ കയ്യിൽ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് ഗുളികൻ എന്തോ ഒരു കാര്യം രഹസ്യമായി പറയുന്നു. അടുത്തതായി ഫാമിലിയിലുള്ള എല്ലാവരും വന്ന്, നീ ഗുളികനോട് സംസാരിച്ചല്ലേ? ഗുളികൻ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഇത് എൻ്റെ സീക്രട്ടാണ്, ഞാൻ ആരോട് പറയില്ല എന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോകുന്നു. ഈ കുട്ടി മാത്രം തനിച്ചിരിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. വേഗത്തിൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകുമ്പോൾ ആ നോക്കുകുത്തി ഇവരെ ഓടിക്കാൻ തുടങ്ങുന്നു. കുട്ടി പേടിച്ച് ഒരുപാട് ചെടികളുള്ള ആ സ്ഥലത്തേക്ക് പോകുന്നു. കുട്ടിയെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗുളികന്റെ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നു. ആകാശത്ത് നിന്ന് ഒരു ഉൽക്ക പോലെയുള്ള തീഗോളം വേഗത്തിൽ ആ ബൊമ്മയ്ക്ക് നേരെ വരികയും അത് കത്തിച്ചാമ്പലാവുകയും ചെയ്യുന്നു. അതേസമയം സായിക്ക് തൻ്റെ മകൾക്ക് എന്തോ അപകടം സംഭവിച്ചു എന്ന രീതിയിൽ ഒരു സ്വപ്നം വരുന്നു. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ല. അതുകൊണ്ട് ആളുകളെയെല്ലാം കൂട്ടി അടുത്തുള്ള കാട് പോലുള്ള സ്ഥലത്ത് തിരഞ്ഞു നടക്കുമ്പോൾ കുട്ടി ഒരിടത്ത് വീണ് കിടക്കുന്നത് കാണുന്നു. അവരുടെ അടുത്ത് ആ നോക്കുകുത്തി കത്തിക്കരിഞ്ഞു കിടക്കുന്നത് പോലെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. കുട്ടികളുടെ കൂട്ടത്തിന് മുഴുവൻ സന്തോഷമാകുന്നു. ആ നോക്കുകുത്തി നശിച്ചു പോയല്ലോ. മകളെ എഴുന്നേൽപ്പിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇപ്പോൾ പറയുന്നില്ല. പിന്നീട് അവളുടെ ഗ്യാങ്ങിനോട്, അന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ഗുളികൻ എന്താണ് പറഞ്ഞതെന്ന്, ഇന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗുളികൻ പറഞ്ഞ കാര്യങ്ങൾ റിവീൽ ആകുന്നു. നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമുണ്ട്, ഒന്നും വിഷമിക്കേണ്ട മോളെ. ഈ ഗുളികന് നേരെ അവനെ നീ കൊണ്ടുവന്നാൽ, അതായത് ഗുളികന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നാൽ ബാക്കി കാര്യങ്ങളെല്ലാം തനിയെ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇവർ ആ തീയാണ് ഗുളികൻ എന്ന് ഫിക്സ് ചെയ്തിട്ട് ആ നോക്കുകുത്തിക്കുള്ളിലെ ആത്മാവിനെ അവിടെ കൊണ്ടുവരുന്നു. അങ്ങനെ ആ ആത്മാവ് നശിച്ചു പോകുന്നു. ഇപ്പോൾ ഓരോരുത്തരായി ഇവിടെ നിന്ന് തിരികെ പോകാൻ തീരുമാനിക്കുന്നു. നമ്മൾ വരുമ്പോൾ എന്തൊക്കെയോ ചിന്തകളോടെയാണ് വന്നത്, പക്ഷേ പോകുമ്പോൾ സന്തോഷത്തോടെയാണല്ലോ പോകുന്നത് എന്ന് സായിയുടെ ഭാര്യ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സായിയുടെ കണ്ണുകളിൽ എന്തോ ഒരു മാറ്റം വരുന്നു. അതായത് ആത്മാവ് ഇപ്പോൾ ഇവന്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അവർ യാത്ര തിരിക്കുമ്പോൾ അതേസമയം കുളക്കരയിൽ ഇരുന്നു കൊണ്ട് പൂ പറിക്കാൻ തുടങ്ങുന്നു. വീട്ടിലുള്ളവരെല്ലാം ജോളിയായി വന്നിട്ട് പോയി, അവർ പോയത് ഒരു വിഷമം തന്നെയാണ് എന്ന് തനിയെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിനക്ക് വിഷമിക്കാൻ ഒന്നുമില്ലടാ, നിനക്ക് വേണ്ടി ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ വെള്ളത്തിലുള്ള ചെറിയ കുട്ടിയുടെ ആത്മാവ് അവിടെ ഇരിക്കുന്നതായി കാണിക്കുന്നു. അത് സാവധാനം വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. അതോടെ ഈ പടം അവസാനിക്കുകയാണ്.